ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, എന്നെ ശ്രവിക്കുന്ന മദ്യനിരോധന സമിതിയുടെ സംസ്ഥാന ഭാരവാഹികളെ, പ്രിയപ്പെട്ട ജില്ലാ ഭാരവാഹികളെ, പ്രിയപ്പെട്ട താലൂക്ക് യൂണിറ്റ് ഭാരവാഹികളെ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യവും ഇവിടെ ഇതുപോലെ സമരപരിപാടികൾ സംഘടിപ്പിച്ചതാണ്. 2 വർഷം മുമ്പ് ആറ്റുകാൽ പൊങ്കാല ദിനത്തിൽ നമ്മളിവിടെ പൊങ്കാലയിട്ട് പ്രതിഷേധിച്ചതാണ്. ഇന്ന് പൊങ്കാല ദിനമാണ്. നാളെ ഇവിടെ പൊങ്കാല നടക്കാൻ പോവുകയാണ്. ഈ ദൈവങ്ങളെല്ലാം നമ്മുടെ വിളികൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം നമുക്കറിയാം, ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ നമുക്ക് ദുരിതങ്ങൾ സമ്മാനിക്കുന്ന 10 വർഷക്കാലമായി ദുരിതങ്ങൾ സമ്മാനിച്ചു കൊണ്ടിരിക്കുന്ന ഈ കേരള നാട്ടിലെ മദ്യാസക്തിയിലേക്ക് കുട്ടികളെ വഴിതെറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഗവൺമെന്റ് താഴെ ഇറങ്ങണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. കാരണം നമുക്കറിയാം, പണത്തോടുള്ള ആസ്തിയാണ് അല്ലെങ്കിൽ പണത്തോടുള്ള ആഗ്രഹമാണ് ഈ മദ്യം നിരോധിക്കാതെ അവർ മദ്യലോബികൾക്ക് ഇവിടെ ഒരു തട്ടകമായി ഇത് തുറന്നു കൊടുത്തിരിക്കുകയാണ്. അവരുടെ ഒരു കൂടാരമായി ഈ കേരള നാട് മാറുകയാണ്. നമുക്കറിയാം, ഈ 10 വർഷം മുമ്പ് 880 മദ്യഷാപ്പുകൾ അല്ലെങ്കിൽ 880 ബാറുകളുള്ള സ്ഥാനത്ത് ഈ ഗവൺമെന്റിന്റെ പ്രവർത്തന നേട്ടമായി അവർ കാണുന്നത് 2800 ബാറുകൾ ഇവിടെ തുറന്നു പ്രവർത്തിച്ചു എന്നാണ്. അതുപോലെ തന്നെ കള്ളുഷാപ്പുകൾ, ഈ കള്ളുഷാപ്പുകളിൽ നിന്ന് ഈ ഇലക്ഷൻ സമയത്ത് ഈ ഗവൺമെന്റ് ആവശ്യപ്പെട്ടിരിക്കുന്നത് 10,000 രൂപയും ഈ ബാറുകളിൽ നിന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത് 2 ലക്ഷം രൂപയുമാണ്. ഇങ്ങനെയാണ് ഇവർ പണം ഉണ്ടാക്കുന്നത്. ഈ നാടിനെ നശിപ്പിച്ചുകൊണ്ടുള്ള പണം അവർക്ക് മുതകില്ല എന്ന് തന്നെയാണ് ഈ അവസരത്തിൽ പറയുന്നത്. ഇവിടെ നൂറുകണക്കിന് അമ്മമാരുണ്ട്. അമ്മമാരുടെ കണ്ണുനീര്, അതുപോലെ വഴിതെറ്റുന്ന മക്കളുമാര് സ്കൂളുകൾ വിട്ടുകഴിഞ്ഞാൽ അവർ ലഹരിക്ക് അടിമയാകുന്ന ഒരവസ്ഥയിലേക്ക് ഈ നാട് മാറുകയാണ്. ഇതിനൊരു അറുതി വരണം. അപ്പോൾ കേരള പ്രദേശ് കോൺഗ്രസിന്റെ നേതാവ് ഇവിടെ വന്നിട്ട് ഞങ്ങൾക്ക് അഭിവാദ്യം അർപ്പിച്ചു. അവർ വന്നാൽ ഇതിനൊരു ശമനം ഉണ്ടാവുമെന്ന് പറയുന്നു. ഞങ്ങൾ ഒന്ന് പറഞ്ഞു വയ്ക്കാം. ഞങ്ങൾ ഒറ്റക്കെട്ടായി പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ പറയുന്ന രീതികൾ പാലിച്ചില്ല എങ്കിൽ അടുത്ത വർഷം അല്ലെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പില് ഈ കേരള മദ്യനിരോധന സമിതിക്ക് ഒരു സ്ഥാനാർത്ഥി ഉണ്ടാവും, അല്ലെങ്കിൽ 140 മണ്ഡലങ്ങളിലും ഞങ്ങൾക്ക് സ്ഥാനാർത്ഥി ഉണ്ടാവുമെന്ന് ഈ ഭരണസ്ഥിര കേന്ദ്രത്തിന്റെ മുന്നിൽ നിന്ന് പ്രഖ്യാപിക്കുകയാണ്. ഈ പ്രഖ്യാപനം നിങ്ങൾ മുഖവിലക്കെടുത്തില്ല എങ്കിൽ ഈ സമരം ആളിപ്പടരും. ഇത് ജനങ്ങളുടെ ഇടയിലേക്ക് വ്യാപിച്ച് നിങ്ങളെ ഇലക്ഷനെ ബാധിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ പറയുകയാണ്. ഇത്രയും നേരം എന്നെ ശ്രമിച്ച എല്ലാവർക്കും 1000 ആശംസകൾ നൽകിക്കൊണ്ട്, പ്രത്യേകിച്ച് ഈ ഗാന്ധി ആദർശങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് ഇന്നും ഈ നാടിന്റെ നന്മയ്ക്കായി ഓടി നടക്കുന്ന ദുര്യോധന സാറിനും മറ്റ് പ്രവർത്തകർക്കും 1000 ആശംസകൾ നേർന്നുകൊണ്ട് എന്നെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് മദ്യനിരോധന സമിതി. അവരുടെ പോകാൻ സാറേ സാറേ ഒരു സന്ദേശം, അതുപോലെ തന്നെ ഭാഷ രവീന്ദ്രനുണ്ട്, പിന്നെ